بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. റിവിഷൻ നടക്കുന്നെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് തരുമല്ലേ? എൻ്റെ നോട്ട്സ് പെൻഡിങ് ആണെന്നറിയാം. ഇൻഷാല്ല എത്രയും വേഗം ഷെയർ ചെയ്യാം. ക്ലിയർ ആണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് മംനൂ മിന സർഫ്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ പറയൂ. നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മംനൂ മിന സർഫ് എന്താന്ന് പറഞ്ഞു. എന്താണ് മംനൂ മിന സർഫ്? എന്താണ് മംനൂ മിന സർഫ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ പറയുക? നോ തൻവീൻ അല്ലെങ്കിൽ തൻവീൻ എടുക്കില്ല എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് മംനൂ മിന സർഫ്? മംനൂ മിന സർഫിന്റെ ഒരു നിയമമാണ് തൻവീൻ എടുക്കില്ല എന്നുള്ളത്. മംനൂ മിന സർഫ് എന്താണ്? അതെ, ചേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ സർഫിൽ നിന്ന്, മാറ്റത്തിൽ നിന്ന് തടയപ്പെടുന്നത് അല്ലെങ്കിൽ തടയപ്പെട്ടത്. ഓക്കെ, അതാണ് മംനൂ മിന സർഫ്. എന്നിട്ട് നമ്മൾ പറയും മംനൂ മിന സർഫ് എന്തെടുക്കില്ല? തൻവീൻ എടുക്കില്ല എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ മംനൂമിന സർഫായിട്ട് വരുന്ന നാമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ കാരണം കൊണ്ട് മംനൂമിന സർഫാകുന്നതും, രണ്ട് കാരണങ്ങൾ കൊണ്ട് മംനൂമിന സർഫാവുന്ന കാറ്റഗറീസ് ഉണ്ട്. ഒറ്റ കാരണം കൊണ്ട് മംനൂമിന സർഫാവുന്നത് ഏതൊക്കെയാണ്? എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം. ഏതൊക്കെ? അലിഫ് തനീസ്. ഓക്കെ. അലിഫ് തനീസും മറ്റേത്? ഉഹും. ആദ്യത്തത് അലിഫ് തനീസ് ആണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? മഫായിലും മഫായിലു പാറ്റേൺ എടുക്കുന്ന അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽ പാറ്റേൺസ് എടുക്കുന്ന നാമങ്ങൾ, ജമ തക്സീർ പാറ്റേൺ രൂപങ്ങളായ മഫായിലു മഫായിലു രൂപങ്ങൾ. അതിനൊരു പേരില്ലേ? എന്തായിരുന്നു നമ്മൾ ആ പേര് പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ മഫായിലും മഫായിലു രൂപങ്ങൾ എന്ത് ജമാണ്? ജമ മുത്തനാഹി. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, ഈ രണ്ട് കേസസ് ആണ്. എന്ത്? ഒറ്റ കാരണം മതി. ഈ ഒരു ഒറ്റ കാരണം മതി അത് മംനൂമിന സർഫ് ആകാൻ. ഇപ്പൊ അലിഫ് താനീസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അലിഫ് താനീസി എത്ര തരമാകാം? ഉഹും. ഏതൊക്കെയാണത്? എങ്ങനെയാണ് അലിഫ് താനീസിയുടെ അടയാളം? അല്ലെങ്കിൽ എന്താണ് ആ രണ്ട് അടയാളങ്ങൾ?
അലിഫ് മക്സൂറയും അലിഫ് മംദൂദയും. അതെ, അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരൊറ്റ അലിഫ് എന്നുള്ള കണക്കിലെടുക്കരുത്. മക്സൂറയും ആകാം മംദൂദയും ആകാം. ഓക്കെ, അൽഹംദുലില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഇല്ലേ? അലിഫ് മക്സൂറ അലിഫ് മംദൂദ ഇസ്മിന്റെ അവസാനം വരുമ്പോൾ അതിനൊരു കണ്ടീഷൻ ഇല്ലേ? എന്താണ് അതിന്റെ കണ്ടീഷൻ? ഏത് വാക്കിലും അല്ലെങ്കിൽ ഏത് ഇസ്മിന്റെ അവസാനവും അലിഫ് മക്സൂറ അല്ലെങ്കിൽ അലിഫ് മംദൂദ നമ്മൾ കണ്ടാൽ അതിനെ മംനൂ മിന സർഫ് എന്ന് പറയാൻ പറ്റുമോ? എക്സ്ട്രാ ആവണം. അതെ, റൂട്ട് ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന അധികമായിട്ട് കാണുന്ന അലിഫായിരിക്കണം അത്. അല്ലെങ്കിൽ അലിഫ് മംദൂദ ആയിരിക്കണം, അല്ലെങ്കിൽ അലിഫ് മക്സൂർ ആയിരിക്കണം. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അൽഹംദുലില്ല. യെസ്. ഓക്കെ. അതേപോലെ ജമ്മിന്റെ കേസ് നമ്മൾ ജമ്മിന്റെ രൂപങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ മഫായിലു മഫായിലൂൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമുക്ക് എടുത്തു പറയാൻ? എല്ലാ കേസിലും അത് വരുവോ, വരാതിരിക്കുവോ? ജമ്മിന് മാത്രമാണോ നമ്മളത് കാണുക? മുഫ്രദ് നാമങ്ങൾ ആ പാറ്റേൺ എടുത്ത് ആ രൂപം എടുക്കുന്ന ഫായിലു മഫായിലു രൂപങ്ങൾ എടുക്കുന്ന മുഫ്രദ് ആയാലും വരും. മംനൂമിന സർഫാകാം. ആ, താമർബൂത്തയിൽ വന്നാൽ അല്ലെങ്കിൽ താമർബൂത്തയിൽ അവസാനിച്ചാൽ അതാവില്ല. അതെ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അൽഹംദുലില്ലാ. ഇനി രണ്ട് കാരണങ്ങളാൽ മംനൂമിന സർഫാവുന്നത് എത്ര കാറ്റഗറീസ്? രണ്ട് കാരണങ്ങളാൽ മംനൂമിന സർഫ്, രണ്ട് കാരണങ്ങളാൽ ആവുന്നത് ആദ്യമേ ഏതൊക്കെയാണ്? നിങ്ങൾ ആറെന്ന് പറയുന്നത് എന്തിന്റെയാണ്? രണ്ട് കാരണങ്ങളാൽ ആവാൻ ഏതൊക്കെയാണ് മെയിൻ റീസൺ വരുന്നത്? ഏതൊക്കെയാണ്? രണ്ടെണ്ണമാണ്. ഓക്കെ, രണ്ടെണ്ണമാണ്. ഒന്ന് അലമും, രണ്ട് വസ്ഫും. അതില് അലമിന്റെ കീഴിലാണ് ആറെണ്ണം വരുന്നത്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. വസ്ഫിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. വസ്ഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അലമും വസ്ഫും ആണ്. അതില് അലം നിങ്ങൾ പഠിച്ചു. അലമിന്റെ കീഴിൽ 6 കേസസ് ഉണ്ട്. അപ്പൊ അലം മാത്രമല്ല, അലം ഒരു കാരണമാണ്, അതിന്റെ കൂടെ ഒരു കാരണം കൂടെ ആകും. ആ ആറെണ്ണമാണ് നമ്മൾ പിന്നെ പഠിച്ചത്. ഏതൊക്കെ കാരണങ്ങളാണ് രണ്ടാമത് വരിക എന്നുള്ളത്. അപ്പോ പറഞ്ഞോളൂ, ആദ്യത്തെ എന്താണ്? അലമും മുഅന്നസ്. അലമും മുഅന്നസും. ആദ്യത്തെ കേസ് അലമായിരിക്കണം, മുഅന്നസ് ആയിരിക്കണം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മംനൂ മിന സർഫ് ആകുന്നത്. എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ അതില്? ഒഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാ കേസിലും അലമും മുഅന്നസും ആയാൽ അത് മംനൂ മിന സർഫ് ആണോ, അല്ലെങ്കിൽ അല്ലാതെ വരുമോ? അതെ, മൂന്ന് അക്ഷരമുള്ളതിൽ നടുവിൽ അല്ലെങ്കിൽ മിഡിൽ ലെറ്റർ സാക്കിൻ ആണെങ്കിൽ അത് രണ്ടായിട്ടും കാണാം. മംനൂ മിന സർഫായിട്ടും എടുക്കും, അല്ലെങ്കിൽ മസ്റൂഫായിട്ടും വരാം. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തത് പറഞ്ഞോളൂ. അലമിന്റെ കീഴിൽ വരുന്ന രണ്ടാമത്തത് അലമും. നോൺ അറബിക് എന്ന് പറയരുത് കേട്ടോ, നിങ്ങൾ അതിന്റെ അറബി വാക്ക് പറയൂ. അലം വ ആജമി. അലം വ ആജമി. ഓക്കെ.
ഇതിലെന്തെങ്കിലും എക്സെപ്ഷനോ എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? എന്താണുള്ളത്? ഓക്കെ, പുരുഷനാമങ്ങളിൽ എന്താണ്? 3 ലെറ്റർ മിഡിൽ സുക്കൂൻ മുമ്ന മുനസ്സർഫ് അല്ല എന്ന് പറയുമ്പോൾ അവിടെ മുദക്കർ എന്നുള്ളത് എടുത്തു പറയണേ. മുഅന്നസിന്റെ കേസിൽ അത് മംനു മിനസ്സർഫാണ്. ഓക്കെ, അപ്പൊ എടുത്തു പറയാ അത് മുദക്കറാണെന്നുള്ളത്. ആ ഇസ്മ മുദക്കറാണെന്നുള്ളത്, അതാണ് പോയിന്റ്. മുദക്കറാണ്, പിന്നെ 3 അക്ഷരമായിരിക്കണം, നടുക്കത്തത് മിഡിൽ ലെറ്റർ സാക്കിൻ ആയിരിക്കണം, ആണെങ്കിൽ അത് മസ്റൂഫാണ്, മംനു മിനസ്സർഫ് അല്ല. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ജോർജുൻ, ലൂത്ത്, നൂഹുൻ. ഓക്കെ, അതെ, കറക്റ്റ് ആണ്, അൽഹംദുലില്ലാ. ഓക്കെ, മൂന്നാമത്തെ പറഞ്ഞോളൂ. അലം ഫഅലു പാറ്റേൺ. ഈ ഫഅലു പാറ്റേണിൽ വരുന്നത്, ഇനിയിപ്പോ നമ്മൾ ഇന്നും കൂടെ അത് കവർ ചെയ്യും, ഒരു കാറ്റഗറിയിൽ പെടുത്താൻ അതിനെ മഅദൂൽ എന്ന് പറയും. അതായത് വ്യത്യസ്തമായി വന്നത് എന്നുള്ളൊരു മീനിങ്, അർത്ഥമാണ് അതിനുള്ളത്. ചേഞ്ച് അല്ലെങ്കിൽ വേരിയന്റ് എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. ആ മഅദൂലിന്റെ കീഴിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു കാറ്റഗറിയാണ് ഈ ഫുഅലു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയുമ്പോൾ അലം വ മഅദൂൽ ഫുഅലു എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറയാം. ഇല്ലെങ്കിൽ ഫുഅലു എന്ന് തന്നെ പഠിച്ചു വെച്ചോ. ഇന്ന് എന്തായാലും മഅദൂൽ എന്താന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാനാണ്. മഅദൂലിന്റെ കീഴിലാണ് ഫുഅലു എന്ന് പറയുന്ന പാറ്റേൺ വരുന്നത്. അതിൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നില്ലേ, സുഹലു, ഉമറു, ഹുബലു. ഉമറു പേരാണ്. സുഹലു എന്താണെന്നറിയോ? സുഹലു പരിചയമുണ്ടോ നിങ്ങക്ക്? അറിയോ ആർക്കെങ്കിലും സുഹലു എന്താന്ന്? ഒരു പ്ലാനറ്റ് ആണ്, ഗ്രഹം. ഏത് ഗ്രഹമായിരിക്കും? എനി ഗസ്? മാർസ് അല്ല. സാറ്റേൺ ആണ്, ശനി ഗ്രഹമാണ്. ഓക്കെ, സുഹലു അതാണ്. യെസ്, സാറ്റേൺ ആണ്. ആ, പിന്നെ ഹുബലു നമ്മൾ പറഞ്ഞിരുന്നു. ഹുബലു പരിചയമുണ്ടോ? ഹുബലു എന്തായിരിക്കും എന്നുള്ളത്? അല്ല. ഹുബലു പണ്ടുണ്ടായിരുന്ന ആ, എന്താണ്, വിഗ്രഹമായിരുന്നു. അവര് വേർഷിപ്പ് ചെയ്തിരുന്ന ഐഡലായിരുന്നു. ഐഡലിന്റെ പേരാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞത് മംനൂമിന സർഫാണ്. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി അടുത്തത് പറഞ്ഞോളൂ. നാലാമത്തത് ആലമും ആനു പാറ്റേൺ അല്ലേ? ഉസ്മാനു, റമദാനു, മർവാനു, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. അത് ക്ലിയർ അല്ലേ? ഈസി അല്ലേ അത്? അഞ്ചാമത്തത് യെസ്, ബിഗസ്റ്റ് ഐഡൽ ഇൻ കാബ.
അഞ്ചാമത്തത് പറയൂ. ഫെയിൽ ഫെയിൽ എന്നാണ് പറയുന്നത്. ആ, ഫെയിലിന്റെ രൂപം എടുക്കണം. ഓക്കെ. അല്ലെങ്കിൽ ഫെയിലിന് സാമ്യമായിട്ട് വരുന്നത്, സിമിലർ ആയിട്ട് റിസെമ്പിൾ ചെയ്യുന്നത് ആണ് അലം ദാറ്റ് റിസെമ്പിൾസ് എ വേർബ്, അല്ലെങ്കിൽ ഫെയിലിനോട് സാമ്യമുള്ളത്. അഹ്മദു, അൻവറു എന്നൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ലാസ്റ്റ് വൺ, ആറാമത്തെ. അലം വ കോമ്പൗണ്ട്. ആ, സംയുക്തനാമം. യെസ്, അതിന്റെയും ആ ഒരു രണ്ട് എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചതൊക്കെ തറവാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. എന്തായിരുന്നു കാറ്റഗറി? വസ്ഫ്. കളർ മാറിപ്പോയല്ലോ. ഓക്കെ. അതായത് അഡ്ജക്റ്റീവ്. ഡിസ്ക്രൈബിങ് നൗൺ, അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. ഇതില് മംനൂമിന സർഫായിട്ട് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അലമിന്റെ കേസിൽ നമ്മൾ 6 കാറ്റഗറി പഠിച്ചതുപോലെ വസ്ഫിന്റെ കീഴിൽ 3 കാറ്റഗറിയാണുള്ളത്. വളരെ ഈസിയാണ്, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ആദ്യത്തത് അഫ്അലു പാറ്റേൺ ആയിരിക്കണം. അഫ്അലു പാറ്റേൺ. ഓക്കെ, അപ്പൊ ഒരു വസ്ഫു ആണ്, അഫ്അലു പാറ്റേൺ ആയിരിക്കണം. അപ്പൊ നമ്മൾ പറയുമ്പോൾ വസ്ഫ് അഫ്അലു എന്ന് പറയും. ഓക്കെ, രണ്ട് കാരണങ്ങൾ, അത് വസ്ഫു ആണ്, അഫ്അലു പാറ്റേണും ആയിരിക്കണം എന്നുള്ള രണ്ട് കാരണങ്ങളാൽ മംനൂമിന സർഫ് ആവുന്നത്. അഫ്അലു പാറ്റേണിൽ വരുന്നതിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്ബറു, പരിചയമുള്ള വാക്കല്ലേ? അക്ബറു. അല്ലെങ്കിൽ അഹ്മറു, കളറാണ്. അഹ്മർ. കളേഴ്സ് ഒക്കെ നിങ്ങൾ ഈ പാറ്റേണിൽ പഠിക്കൂ ഇനി ഇൻഷാല്ല ഈ വരുന്ന ലെസൺസിൽ. അഹ്മർ ഏത് കളറാണ് അറിയോ? റെഡ് ആണ്, ചുവപ്പ്. ഓക്കെ, അക്ബറിന്റെ അർത്ഥം? വലുത്, ബിഗ് എന്നുള്ളതല്ല. അള്ളാഹു അക്ബർ എന്താണ്? കബീർ എന്ന് തന്നെയാണ് വന്നേക്കുന്നത്. എന്താണ് അർത്ഥം? ഏറ്റവും വലുത്, ഗ്രേറ്റസ്റ്റ്. ഓക്കെ, അതെ. അതിന് ഇൻഷാല്ല നമ്മൾ ബുക്ക് 2-ലായിരിക്കും ഈ ഗ്രാമാറ്റിക്കലി എങ്ങനെ അക്ബറു വന്നു, എന്താണ് അതിന്റെ പേര് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷേ കബീറിന്ന് വന്ന ഒരു വസ്ഫ തന്നെയാണ് അക്ബർ. ആ പാറ്റേൺ അഫ്അലു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അത് മംനു മിന സർഫ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ നമ്മൾ ഈ അഫ്അലു പാറ്റേണിന്റെ കാര്യം പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ നാമങ്ങളെ നമ്മൾ മംനു സോറി മുഅന്നസ് ആക്കുമ്പോൾ മുഅന്നസിന് താ മർബൂത്ത എടുക്കുകയാണെങ്കിൽ അത് മംനു മിന സർഫ് അല്ല. ഒന്നും കൂടെ പറയാം. നമ്മള് വസ്ഫു അഫ്അലു പാറ്റേണിൽ വരുന്നു എന്ന് പറയുന്ന നാമങ്ങള്, ഇപ്പൊ നമ്മളിപ്പോ ഒരു നാമം എടുത്തു, ഓക്കെ, അത് വസ്ഫു അഫ്അലു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം, അതിന്റെ മുഅന്നസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുഅന്നസിന് താമർബൂത്ത എടുക്കാൻ പാടില്ല. താമർബൂത്ത എടുക്കുന്ന ഒരു അഫ്അലു പാറ്റേണിൽ കാണുന്നതാണെങ്കിൽ മുഅന്നസ് ആയിട്ട് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ അർമലു. അർമലു ഇപ്പൊ ഞാൻ ഈ കണ്ടീഷൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അർമലു എന്താണെന്ന് പറയും? ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് പറയും? അർമലു എന്താണെന്ന് പറയും?
മംനൂമിന സർഫ് ആണെന്ന് പറയൂ ഇല്ലേ? കാരണം അഫ്അലു പാറ്റേൺ ആണ്. ആക്ച്വലി അർമലു അല്ല, ഇത് അർമലൂൻ ആണ്. തൻവീൻ എടുക്കും കാരണം അത് മംനൂമിന സർഫ് അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുഅന്നസ് അർമലത്തുൻ ആം, എന്നുള്ളതാണ്. ക്ലിയർ ആണോ ആ പറഞ്ഞത്? അപ്പൊ അക്ബറു അഹ്മറുവിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അക്ബറുന്റെ മുഅന്നസ് കുബ്ര ആണ്. കുബ്ര. അഹ്മറുന്റേത് ഹംറാഉ ആണ്. മുഅന്നസ് വരുമ്പോ ഇതാണ്. അതേസമയം അർമലുൻ മുഅന്നസ് താമർബൂത്ത് എടുക്കുന്നു. അതുകൊണ്ട് അർമലുൻ എന്ന് പറയുന്നത് മംനൂമിന സർഫ് അല്ല. അക്ബറു അഹ്മറു പോലുള്ള നാമങ്ങളാണ് മംനൂമിന സർഫ്. പറഞ്ഞത് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. ആ അർമലുന്റെ മീനിങ് ആണോ? അർമലുന്റെ മീനിങ് നമ്മുടെ വിഡോവർ ആണ്. എന്താണ് മലയാളത്തിൽ പറയാ? വിഭാര്യനോ? വിഭാരൻ? ഭാര്യ മരിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് വിഡോ. വിധവ ആണ് അർമലത്തുൻ. വിഭാര്യൻ, യെസ്. ഓക്കെ. ഈ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങക്ക്? കണ്ടീഷൻ. ഓക്കെ. ഫസ്റ്റ് കാറ്റഗറി അഫ്അലു വസ്ഫ് ആയിരിക്കണം, അഫ്അലു പാറ്റേൺ ആയിരിക്കണം. ഈ രണ്ട് കാരണങ്ങളാലാണ് നമ്മൾ അംനു മിനസർഫ് കാറ്റഗറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ ഇസ്മിന്റെ മുഅന്നസ് എടുക്കുമ്പോൾ അത് താമർബൂത്ത് എടുക്കുന്നതാണെങ്കിൽ അത് മംനു മിനസർഫ് ആവില്ല. ഇപ്പൊ നമ്മൾ അക്ബറു അഹ്മറു എന്നൊക്കെ പറയുമ്പോൾ അക്ബറുവിന്റെ മുഅന്നസ് താമർബൂത്ത് എടുക്കില്ല, കാരണം അത് കുബ്ര ആണ്. കുബ്ര എന്നാണ്, അതിന് താമർബൂത്ത ഇല്ല. അഹ്മറുവിന്റെ മുഅന്നസ് ഹംറാഉ ആണ്, അവിടെയും താമർബൂത്ത ഇല്ല. അതേസമയം അർമലുൻ ന്റെ മുഅന്നസ് അർമലത്തുൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എൻഡിങ് നിങ്ങൾ ഹറക്ക അവസാനം തന്നില്ലെങ്കിലും നിങ്ങൾക്ക് അതിന്റെ മുഅന്നസ് നോക്കിയിട്ട് പറയാൻ പറ്റണം അത് മംനൂമിന സർഫാണോ അല്ലയോ എന്ന്. ഇപ്പൊ നിങ്ങൾ അത് എങ്ങനെ എല്ലാത്തിന്റെയും മുഅന്നസ് അറിഞ്ഞിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ വറി ചെയ്യേണ്ട. പിന്നീട് ഇതെല്ലാം പഠിച്ച് നിങ്ങൾ ഡിക്ഷണറി ഒക്കെ കയ്യിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ മുഅന്നസിന് താമർബുത്ത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇൻഷാ അല്ലാ. ഓക്കെ. പക്ഷെ ആ കണ്ടീഷൻ മംനൂമിന സർഫിന്റെ കണ്ടീഷനാണ് ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണോ? അഫ്അലു പാറ്റേൺ എന്ന് പറയുമ്പോൾ എല്ലാ കേസിലും മംനൂമിന സർഫ് അല്ല എന്ന് മനസ്സിലാക്കുക. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ വാക്കിന്റെ മുഅന്നസിൽ തമർബുത്ത ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അക്ബറുന്റെ മുഅന്നസ് കുബ്ര എന്ന് പറഞ്ഞു, അഹ്മറുന്റെ മുഅന്നസ് ഹംറ എന്ന് പറഞ്ഞു. കുബ്ര മംനൂമിന സർഫാണോ? ഹംറ ഉ അവിടെ ഞാൻ തൻവീൻ കൊടുക്കണ്ടേ? അത് മംനൂന സർഫാണോ? ഇനിയിപ്പോ നിങ്ങൾ മംനൂമിന സർഫ് എന്ന് പറഞ്ഞാൽ യെസ് നോ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. യെസ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കാരണം പറയണം. യെസ് എന്ന് പറയുന്നവരൊക്കെ കാരണം പറയണം. അതാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾ മംനൂമിന സർഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ത്? ഒറ്റ കാരണേ ഉള്ളൂ. ഏത് കാരണം? അതെ, അലിഫ് താനീസ് ആണ്. അല്ലേ? കുബ്രോയുടെ കേസിലാണെങ്കിലും ഹംറാവുന്റെ കേസിലാണെങ്കിലും അലിഫ് താനീസ് ആണ്. മൂന്ന് അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന എക്സ്ട്രാ അക്ഷരം തന്നെയല്ലേ അലിഫ്? അലിഫ് മക്സൂറ ആണെങ്കിലും അലിഫ് മംദൂദ ആണെങ്കിലും, അല്ലേ?
അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വാക്ക് കിട്ടിയാൽ മംനൂ മുനസ്സർഫ് ആണെന്ന് എങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, അൽഹംദുലില്ല. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ, വസ്ഫ് അഫ്അലു പാറ്റേൺ. ഓക്കെ, അൽഹംദുലില്ല. അടുത്തത് അടുത്തത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫഅലാനു പാറ്റേണിൽ വരുന്ന അഡ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ആനൂൽ എൻഡ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചത് കുറേ ഇല്ലായിരുന്നോ? ജൗ ആനു, അതുഷാനു, ഷബാനു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ പഠിച്ചിട്ടില്ലേ? അത് തന്നെ. ഓക്കെ, അത് അത്രേ ഉള്ളൂ, ഈസിയാണ് അല്ലേ? ഇപ്പൊ രണ്ട് കാരണങ്ങളാണ് വസ്ഫും ഫാലാനു പാറ്റേൺ. ഇപ്പൊ ആനു പാറ്റേൺ എന്നും പറഞ്ഞ് നിങ്ങളുടെ കീല്, ബുക്ക് വണ്ണിന്റെ കീല് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആനുവിൽ അവസാനിച്ചാൽ അത് ആക്ച്വലി രണ്ട് ഒദ്ബാനു, യെസ്, ആനുവിൽ അവസാനിക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ആനുവിൽ അവസാനിക്കുന്നത് അലമു ആകാം, ആനു ആകാം, അല്ലെങ്കിൽ വസ്ഫു ആകാം, ആനു ആകാം, ഇല്ലേ? നിങ്ങളുടെ ബുക്ക് വണ്ണില് കീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടില്ല, ആനു എൻഡിങ് എന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ആനുവിൽ അവസാനിക്കുന്നത് രണ്ടെണ്ണം വരാം, ഒന്നെങ്കിൽ അത് ആലമു ആകാം, അല്ലെങ്കിൽ വസ്ഫാകാം. ഓക്കെ, രണ്ടും ബേസിക്കലി രണ്ട് കാരണങ്ങളാൽ കൊണ്ടാണ് മംനൂമിന സർഫ് ആകുന്നത്. ഇപ്പൊ നമ്മൾ മറുവാനു എന്ന് പറയുമ്പോൾ അലമും ആനു പാറ്റേൺ, നമ്മൾ ജൗ ആനു എന്ന് പറയുകയാണെങ്കിൽ വസ്ഫും ആനു പാറ്റേൺ, അല്ലെങ്കിൽ ഫാലാനു പാറ്റേൺ. ക്ലിയർ ആണോ? അതെ, ഉസ്മാൻ അലമിന്റെ കീഴിൽ വരുന്നതാണ്. ക്ലിയർ? ഓക്കെ, ലാസ്റ്റ് കാറ്റഗറി പറയട്ടെ. തറവാണല്ലോ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. മൂന്നാമത്തത്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത് മാദൂൽ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, വസ്ഫു ആയിരിക്കണം, മാദൂലും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ മാദൂൽ ഞാൻ പറഞ്ഞു, ഒരു ചേഞ്ച് വന്ന അല്ലെങ്കിൽ ഒരു വേരിയന്റ് എന്നുള്ളൊരു മീനിങ് ആണ്. ബേസിക്കലി ഒരു ഒറിജിനൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കുറച്ച് നാമങ്ങളാണ് മാദൂൽ എന്ന് പേരിട്ടേക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാദൂലിന്റെ കീഴിൽ അല്ലെങ്കിൽ ഈ വസ്ഫ് മാദൂലിൻ്റെതിൽ മൂന്ന് മാദൂൽ രൂപങ്ങളാണ് എടുക്കുന്നത്. സോറി, മൂന്നല്ല, രണ്ട്. ഇതിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ആദ്യത്തേൽ പഠിച്ചത് എന്താണ്? ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, നിങ്ങൾ ഫു അലു എന്ന് പറഞ്ഞ് പഠിച്ചത് ഒരു മാദൂലാണ്, ആലമിന്റെ കീഴിൽ പഠിച്ചത്. ഓക്കെ, അതും മാദൂലിന്റെ കീഴിൽ വരുന്നതാണ്, പക്ഷെ അത് ആലമിന്റെ കീഴിലാണ്. പിന്നെ വരുന്നത്, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, മാദൂലിന്റെ കീഴിൽ വരുന്ന ഫുആലുൻ, സോറി, ഫുആലു അല്ലെങ്കിൽ മഫ് അലു. ഈ പാറ്റേൺ അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇപ്പം അത് കാണാതൊന്നും പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി വെക്കുക. കാരണം ഇപ്പം എന്തായാലും ബുക്കിലൊന്നും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നില്ല, നോട്ട്സും തരും നിങ്ങൾക്ക് പിന്നീടാണെങ്കിൽ റെഫർ ചെയ്യാൻ ഇൻഷാല്ലാ. ഈ പാറ്റേണിൽ വരുന്ന നമ്പേഴ്സ് ആണ്. ഫുആലു പാറ്റേണിൽ വരുന്ന നമ്പർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഏതെങ്കിലും ഒരു നമ്പർ ആ പാറ്റേണിൽ ഇട്ട് നോക്കിക്കേ, രണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു നമ്പർ. ഒരു ആദ്യത്തെ നിങ്ങൾ ഫുആലു പാറ്റേണിൽ ഒന്ന് ഇട്ട് നോക്കിക്കേ, മൂന്നൊന്നിട്ടേ. സുലാസു പരിചയമുള്ളതല്ലേ? നാലിട്ടേ. നാലിട്ടെ. ഉം
ഈ പാറ്റേണിൽ ഇടണം. ആ, റുബഉ. ഓക്കെ. അങ്ങനെ ഈ പാറ്റേൺ, അതായത് നമ്പേഴ്സിനെ നമ്മൾ അതതിനെ ഫുആലു പാറ്റേണിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മഫ് അലു പാറ്റേണിൽ, മഫ് അലുലിനെ സോറി മഫ് അലു പാറ്റേണിൽ നിങ്ങൾ രണ്ടിട്ടെ, രണ്ട്. നമ്പർ 2. ഇവിടെ രണ്ടെന്ന് പറയുമ്പോൾ ഫ അലയിലാണ് നിങ്ങൾ രണ്ടിന്റെ അക്ഷരങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. മീം എക്സ്ട്രാ ആണ്. മീമിനെ ഒന്നും ചെയ്യരുത്. എന്തായിരിക്കും? മഫ് അലു, ഹർക്കത്ത് മാറ്റിക്കളയരുത്. മസ്ന എന്ന് വരും. ഓക്കെ. മസ്ന, അല്ലെങ്കിൽ നമ്മൾ മൂന്നാണ് ഇടുന്നെങ്കിൽ മസ്ലസു. ഇത് മസ്ന വരാൻ റീസൺ അലിഫ് മക്സൂറ വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ എൻഡിങ് അങ്ങനെ വരുന്നത്. ഓക്കെ. പിന്നെ മസ്ലസു. ബേസിക്കലി നമ്മൾ ഒറിജിനൽ നമ്പേഴ്സിൽ നിന്ന് അതിനെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് വരുത്തുകയാണ് ഈ പാറ്റേൺസിൽ. അതുകൊണ്ടാണ് ഇതിനെ മാദൂലിന്റെ കീഴിൽ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോ ഫുആലു മഫ്അലു പാറ്റേൺ എടുക്കുന്ന അതതുകൾ, നമ്മൾ സുലാസുവിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? എന്താണ് സുലാസുവിന്റെ അർത്ഥം? റുബാഉ, സുലാസു, എന്താണ് അർത്ഥം? മൂന്നിലൊന്ന്. ഉഹും. ആ, ഫോർത്ത്, തേർഡ്, അല്ലെങ്കിൽ ഒരേ, എന്താണ് പറയാ, 3 അറ്റ് എ ടൈം, 4 അറ്റ് എ ടൈം, 2 അറ്റ് എ ടൈം എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. ഒരേ സമയം എന്നുള്ള മീനിങ് ഉണ്ട്. ഓക്കെ. എനിവേസ്, നമ്പേഴ്സിന്റെ ഒരു വേരിയന്റ് ആണ്. നമ്പേഴ്സിൽ നിന്ന് നമ്മൾ സാധാരണ പറയുന്ന അതതിൽ നിന്നൊന്ന് മാറി വരുന്ന അതതുകളാണ്. അതിനെയാണ് നമ്മൾ മാലൂലിന്റെ കീഴിൽ പെടുത്തിയേക്കുന്നത്. ഫുആലു, മഫ്ആലു. ഇത് ക്ലിയർ ആണോ? ഖുറാനിൽ എന്തായാലും വരുന്നതാണ് അല്ലേ? മസ്ന വസുലാസു വറുബാ, സോറി, വസുലാസ വറുബാ അല്ലേ? അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ. അൽഹംദുലില്ല. ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ. അപ്പോ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്? റീസൺ പറയുന്നത് വസ്ഫായിരിക്കണം ഫുആലു മഫ്അലു രൂപം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ കൂടെ മാദൂൽ നാഡിയ, മാദൂൽ ഫുആലു മഫ്അലു രൂപം. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് നിങ്ങൾ വളരെ ഈസിയാണ്. ഉഹറു എന്ന വാക്കെന്ന് മനസ്സിലാക്കുക. ഉഹറു, ഉഹറു എന്ന വാക്കായിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഉഹറു മംനൂമിന സർഫാണ്. ഉഹറു എന്താന്ന് ചോദിച്ചാൽ ഉഹ്റയുടെ, ഉഹ്റോ, ഉഹ്റോയുടെ ജമ്മ് ആണ്. ഉഹ്റ എന്താണെന്നറിയോ? ഉഹ്റ അനദ, ആ, മറ്റൊന്ന്. ഓക്കെ. അതിന്റെ ജമ്മ് ആണ് ഉഹറു. നിങ്ങളപ്പോ മാദൂലിന്റെ കീഴിൽ വരുന്ന ഒരു വാക്കാണ് ഉഹറു. അതിനെ ആ വാക്കായിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. രണ്ടാമത്തെ കാറ്റഗറി. അതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഉഹറു എന്ന വാക്കായിട്ട് തന്നെ പറഞ്ഞു മതി. വസ്ഫ് ഉഹറു, അത്രേ ഉള്ളൂ. അത് വസ്ഫാണ്, ഉഹറു ആണ്. ക്ലിയർ ആണോ? ഉഹറും ഖുറാനിൽ വരുന്നുള്ളതാണ്. മിൻ അയ്യാമിൻ ഉഹറ. ഓക്കെ.
ഇത്രേ ഉള്ളൂ. ഡൺ. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഈ മാദൂലിന്റെ കാര്യം ഒന്നും കൂടി എടുത്ത് പറയാണ്. മാദൂലിന്റെ കീഴിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഫുഅലു. അതെവിടെയാണ് നമ്മൾ പഠിച്ചത്? ഫുഅലു പാറ്റേൺ എവിടെയാണ് പഠിച്ചത്? ആലമിന്റെ കീഴില്. അപ്പൊ നിങ്ങൾ ഫുഅലു പറയുമ്പോ ഇനി തൊട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് അലം വ മഅദൂൽ ഫുഅലു എന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ വേർഡ് തലയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഅദൂൽ. ഓക്കെ, അലം വ മഅദൂൽ ഫുഅലു. അതേസമയം ഇവിടെ നമ്മൾ വസ്ഫിന്റെ കേസിലാണ്. ഇപ്പൊ ഞാൻ സുലാസു ഏത് കാറ്റഗറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? വസ്ഫു വ മഅദൂൽ ഫുആലു. ക്ലിയർ ആണോ? മഅദൂലിന്റെ കേസില് നിങ്ങൾ ഒന്ന് ഫുഅലു ഉണ്ട്, ഫുആലു ഉണ്ട്, മഫ്അലു ഉണ്ട്, ഉഖറു ഉണ്ട്. ഇതില് ഫുഅലു അലമാണ്, അലമിന്റെ കാറ്റഗറിയാണ്. ഇത് മൂന്നും വസ്ഫിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളടുത്ത് ഞാന് ആം, ഉമറു എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മംനൂമിന സർഫ്. റീസൺ? ആ മഅദൂൽ എന്ന വാക്ക് ചേർക്കാൻ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. അലം, മഅദൂൽ, ഫുഅലു പാറ്റേണും കൂടെ ആഡ് ചെയ്യണം കേട്ടോ മഅദൂൽ എന്ന് പറയുമ്പോൾ. കാരണം നമുക്കറിയാം മഅദൂലിന്റെ കാറ്റഗറിയിൽ ഈ ഇത്രയും കേസസ് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയതിൽ വെച്ച്. അപ്പൊ അലം വ മഅദൂൽ ഫുഅലു, അലം വ മഅദൂൽ ഫുഅലു. ഞാനിപ്പോ പറയാണ് സുലാസു. സുലാസു ഏത് കാറ്റഗറി പറയും? മംനൂമിന സർഫ് ആകാനുള്ള കാരണം എന്താണ്? സുലാസു. വസ് മഅദൂൽ ഫുആലു. ഓക്കെ, വസ് വ മഅദൂൽ ഫുആലു. ക്ലിയർ ആണോ അത്? മസ്ന, മസ്ന. മഅദൂൽ ഫുആൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതിന്റെ ഇടയിൽ ഹർഫുൽ ഇടണ്ട. മഅദൂലിന്റെ പാറ്റേൺ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. വസ്ഫ് വ മഅദൂൽ മഫ്അലു. മഅദൂൽ എന്ന് പറഞ്ഞിട്ട് ഏത് മഅദൂൽ രൂപമാണെന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. കാരണം നമ്മൾ പറഞ്ഞു മഅദൂൽ രൂപങ്ങളാണ് ഈ പറഞ്ഞ 4 ഓക്കെ, അപ്പൊ മസ്ന, വസ്ഫ് വ മഅദൂൽ മഫ്അലു. ഉഖറുവോ? ഉഖറു ഏതാണ്? അലമാണോ വസ്ഫാണോ? വസ്ഫാണ്. വ മഅദൂൽ, മഅദൂൽ ഉഖറു ആണ്. ഉഖറു എന്ന് തന്നെയാണ്, ഒറ്റ രൂപമാണത്. ഉഖറു മഅദൂലാണ്, അത്രേ ഉള്ളൂ. വസ്ഫ് മഅദൂൽ. ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ ഈ പറഞ്ഞത്? വസ്ഫ് കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി നിങ്ങൾക്ക് ഇറാബ് മാത്രം പഠിച്ചാൽ മതി. മംനൂമിന സർഫിന്റെ റീസൺസ് ഒക്കെ കഴിഞ്ഞു, കാരണങ്ങൾ എല്ലാം കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യണോ വസ്ഫ്? ഓക്കെ, വസ്ഫിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു
വസ്ഫ് എന്താണ്? രണ്ട് കാരണങ്ങളാൽ മംനൂമിനെ സർഫ് ആവുന്നതിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ്. ആദ്യത്തെ കാറ്റഗറി ആലമായിരുന്നു. അതിൽ നമ്മൾ 6 കേസസ് പഠിച്ചു. രണ്ടാമത്തത് വസ്ഫാണ്. ഇതിൽ 3 കേസാണുള്ളത്. വസ്ഫിന്റെ കേസിൽ 3 കേസസ് ആണ്. ആദ്യത്തേത് അഫ് ആലു പാറ്റേൺ ആണ്. വസ്ഫു ആയിരിക്കണം, അഫ് ആലു പാറ്റേൺ ആയിരിക്കണം. ഇതിലാകെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കണ്ടീഷൻ, അഫ് ആലു പാറ്റേണിൽ കാണുന്ന ഇസ്മിന്റെ മുഅന്നസ് ത മർബൂത്ത എടുക്കാൻ പാടില്ല. ഓക്കെ, ത മർബൂത്ത എടുക്കാൻ പാടില്ല. അഫ് ആലു പാറ്റേൺ ആയിരിക്കണം, പക്ഷെ അതിന്റെ മുഅന്നസ് ത മർബൂത്ത എടുക്കാൻ പാടില്ല. എക്സാമ്പിൾ അക്ബറു, അഹ്മറു മനസ്സിലാക്കി വെക്കുക. അഹ്സനു ഉണ്ട്. അഹ്സനു, അഹ്സനുടെ മുഅന്നസ് എന്തായിരിക്കും അറിയോ? അഹ്സനു. ഹുസ്ന, അൽ അസ്മാ ഉൽ ഹുസ്ന. എന്തുകൊണ്ടാണ് അവിടെ അൽ അസ്മാഉന്റെ കൂടെ അൽ ഹുസ്ന ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. എന്തുകൊണ്ട് അൽ അസ്മാ ഉൽ അഹ്സനു എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് അൽ അസ്മാ ഉൽ ഹുസ്ന ഉപയോഗിച്ചത്? പറയൂ. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ് അവിടെ? അൽ അസ്മാഉ ജമ് ഗൈറാക്കിലാണ്. യെസ്, അതുകൊണ്ട് മുഫ്രദ് മുഅന്നസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അതിന്റെ സിഫ മുഫ്രദ് മുഅന്നസ് ആയിട്ടുള്ള ഇത് കൊടുക്കുമ്പോൾ അൽ ഹുസ്ന ആണ് കൊടുക്കുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇതാണ് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്. വസ്ഫാണ്. വസ്ഫിന്റെ കൂടെ അഫ്അലു പാറ്റേൺ വരുന്നു. അഫ്അലു പാറ്റേണിൽ എടുക്കുന്ന ഇസ്മ ഇന്റെ മുഅന്നസ് തമർബൂത്ത് എടുക്കാൻ പാടില്ല. തമർബൂത്ത് എടുക്കുകയാണെങ്കിൽ അത് മംനൂമിന സർഫ് അല്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി വെരി സിമ്പിൾ, ഫഅലാനു രൂപം എടുക്കുക. വസ് വ ഫഅലാനു, ജൗആനു, അത്ഷാനു, ഉദ്ബാനു എക്സാമ്പിൾ. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്തായിരുന്നു? മഅദൂൽ. ഓക്കെ, മഅദൂലിന്റെ 2 കേസസ് ആണ് പറയുന്നത്. ഒന്ന് നമ്പേഴ്സിന്റെ കേസാണ്. അതതിന്റെ കേസിൽ ഫുആലു മഫ്അലു രൂപങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ വസ് വ മഅദൂൽ ഫുആലു അല്ലെങ്കിൽ വ മഅദൂൽ മഫ്അലു. എക്സാമ്പിൾ സുലാസു, റുബാഉ, മസ്ന, മസ്ലസു. രണ്ടാമത്തെ കേസ് വസ് ഉഖറു അല്ലെങ്കിൽ വസ് മഅദൂൽ എന്നുള്ളതാണ്. ഉഖറു വസ്ഫാണ്, അത് മഅദൂൽ ഉഖറു ആണ്. ആ ഉഖറു എന്നുള്ള വാക്കായിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണോ? പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് മഅദൂലിന്റെ കീഴില് ഫുഅലു പാറ്റേണും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫുഅലു ഉണ്ട്, ഫുആലു, മഫ്അലു, ഉഖറു. ഇപ്പൊ നിങ്ങൾ ഇന്ന് പഠിച്ച ഈ 3 രൂപങ്ങളോടൊപ്പം ഫുഅലു കൂടെ അതിലുണ്ട്. പക്ഷെ ഫുഅലു അലമിന്റെ കീഴിലാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോ അവിടെ നിങ്ങൾ അലമിന്റെ കാറ്റഗറി പറയുന്ന സമയത്ത് ഫുഅലുവിന്റെ കാറ്റഗറി നമ്മൾ പറയുമല്ലോ, അലം വ ഫുഅലു എന്ന് പറയുമ്പോൾ അലം വ മഅദൂൽ ഫുഅലു എന്നും കൂടെ ചേർക്കുക എന്നുള്ളതേ ഞാൻ പറഞ്ഞോളൂ. കാരണം ഫുഅലു മഅദൂലിന്റെ രൂപമാണ്. അവിടെ ഞാൻ മഅദൂൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ആ മഅദൂലിന്റെ ടേമേ ഞാൻ യൂസ് ചെയ്യാതിരുന്നത്. ഇവിടെ എന്തായാലും ഉപയോഗിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനിയും റിപ്പീറ്റ് ചെയ്യണോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? മഅദൂൽ കൺഫ്യൂഷൻ ഉണ്ടോ? മഅദൂലിന് നിങ്ങൾ ഈ 4 രൂപങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. മഅദൂൽ എന്താണെന്ന് ചോദിച്ചാൽ ഫുഅലു, ഫുആലു, മഫ്അലു, ഉഖ്റു. ഫുഅലു അലമിലും ബാക്കി 3 വസ്ഫിലുമാണ്. അൽഹംദുലില്ലാ, കാരണങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇൻഷാ അല്ലാഹ് എളുപ്പമാണ്. നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട. നിങ്ങൾ ഒരു തവണയും കൂടെ ക്ലാസ് കേൾക്കൂ, റെഡിയാവും ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ ഏത് വാക്ക് കിട്ടിയാലും ഞാൻ നിങ്ങളോട് ഇനി ചോദിക്കും. നമ്മൾ ലെസൺ എടുക്കുന്ന സമയത്ത് ഇത് ഏത് കാരണമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാരണങ്ങൾ പറയാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾ തറവാക്കുക. ആദ്യത്തത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒറ്റ കാരണം വരുന്നത്, 2 കാരണങ്ങൾ വരുന്നത് അലമും നിങ്ങൾ തറവാക്കിയിട്ടുണ്ട് അൽഹംദുലില്ലാ. വസ്ഫിന്റെ മാത്രം നിങ്ങൾ തറവാക്കുക. വസ്ഫും ഈസിയാണ്.
വസ്ഫിന്റെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? അഫാലു പാറ്റേൺ ആണ്. സെക്കൻഡ് കേസ് ഫാലാനു പാറ്റേൺ ആണ്. മൂന്നാമത്തെ കേസ് മാദൂലാണ്. മാദൂലില് ഫാലു മഫ്അലു ഉഖറു. ഇത്രയേ ഉള്ളൂ. ഫാലു മഫ്അലു നമ്പേഴ്സ് ആണ്, അതതാണ്. ഓക്കെ, ഇൻഷാല്ല. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ഇറാബും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നേരെ നമ്മൾ ലെസൺസിലോട്ട് പോകട്ടോ. നിങ്ങൾ തറവാക്കി. ഇനിയിപ്പോ നമ്മൾ ലെസൺസ് ഫിനിഷ് ചെയ്യും ഇൻഷാല്ല. വളരെ ചെറിയ ലെസൺസ് ആണ്, പാഠങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മംനു മിനസ് സർഫിന്റെ ഇറാബ് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം നമ്മൾ തൻവീൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അത് അതിന്റെ എന്താണ്, മംനു മിനസ് സർഫിന്റെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഇറാബിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇറാബ്? മർഫൂല് ദമ്മ, മജ്റൂറില് കെസ്ര, മൻസൂബില് ഫത്ഹ, അല്ലെ? ഒരു മുഫ്രദ് നാമം ആണെങ്കിൽ, അല്ലേ? ആണോ അല്ലയോ? ഓക്കെ, ഇനി മംനൂമിന സർഫിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മജ്റൂറില് മജ്റൂറില് മാത്രമാണ് ഇതിന് ചേഞ്ച് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാധാരണ രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന നാമങ്ങളിൽ നിന്ന് അതിനെ തടയപ്പെടുകയാണ്. ഓക്കെ, അതിനൊരു വ്യത്യാസം വന്നിട്ട് നിൽക്കുന്ന നാമങ്ങളാണ് മംനൂമിന സർഫ്. മംനൂമിന സർഫായിട്ട് വരുന്ന നാമങ്ങൾ ഇപ്പൊ നിങ്ങൾ കവർ ചെയ്ത കുറേ നാമങ്ങളുണ്ട്, കുറെ കാറ്റഗറി. ആ നാമങ്ങളൊക്കെ മജ്റൂറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ഫത്ഹ എടുക്കും. മജ്റൂറിൽ സാധാരണ നാമങ്ങൾ എന്താ എടുക്കുക? സാധാരണ രീതിക്ക് മജ്റൂറിൽ എന്താണ് എടുക്കുക? കെസ്ര എടുക്കും. പക്ഷെ അത് മംനൂമിന സർഫ ആണെങ്കിൽ അത് എന്തെടുക്കും? ഫത്ഹ എടുക്കും. ഓക്കെ, അതാണ് നിയമം. അത് മെയിൻ റൂളാണ്, മംനൂമിന സർഫിന്റെ റൂളാണ്. അത് തറോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഖുർആനിൽ പലയിടത്തും നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അതിനുള്ള ആൻസറും കൂടിയാണ് ഇത്. മംനൂമിന സർഫായിട്ടുള്ള നാമങ്ങള് കെസ്രയ്ക്ക് പകരം മജ്റൂറിൽ അത് ഫത്ഹയാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ലണ്ടൻ, ലണ്ടൻ എന്ന് പറയുന്നത് ലണ്ടന്റെ അറബിക്ക് എന്താണ്? ലന്തനു ആണ്. ഓക്കെ, ലന്തനു. ഞാൻ അതിന്റെ ഫ്രണ്ടില് ഫ്രം ലണ്ടൻ, ലണ്ടനിൽ നിന്ന് എന്ന് എനിക്ക് പറയണമെങ്കിൽ എങ്ങനെയാ ഞാൻ ചെയ്യുക, എഴുതുക? ലന്തന. ക്ലിയർ ആണോ? മിൻ ലന്തനു. ലന്തനു എന്നുള്ളത് മിൻ ലന്തനി ആവില്ല, മിൻ ലന്തന ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ റൂള് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. മജ്റൂറില് കെസ്രയെല്ലാം എടുക്കുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് എക്സാമ്പിളും ഈ കേസിൽ വെച്ചേക്കാം, മനസ്സിലാക്കി വെക്കുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, സൈനബിനെ നമ്മൾ എടുക്കുകയാണ്. എനിക്ക് സൈനബിന്റെ പുസ്തകങ്ങൾ എന്ന് പറയണം. എങ്ങനെ നിങ്ങൾ പറയും? ബുക്സ് ഓഫ് സൈനബ്. ദ ബുക്സ് ഓഫ് സൈനബ് എന്ന് എനിക്ക് പറയണം. സൈനബ്, സൈനബ്സ് ബുക്സ് അല്ലെങ്കിൽ സൈനബിന്റെ പുസ്തകങ്ങൾ. എങ്ങനെ നിങ്ങൾ പറയുന്നത്? ബുക്സ് ആണ്, പുസ്തകങ്ങൾ. കുത്തുബു. അബാട ഹറക്ക. സൈനബു ബീബ. ബു ആണോ ബി ആണോ ബാ ആണോ?
ഈ സൈനബിന്റെ ഇറാബ് എന്താണ്? സ്റ്റേറ്റ് എന്താണ്? എന്ത് പൊസിഷനിലാണ് അത് ഇരിക്കുന്നത്? ഇതെന്ത് കൺസ്ട്രക്ഷൻ ആണ്? മജ്റൂർ ആവാനുള്ള കാരണം മുദാഫിലേഹിയാണ് അല്ലെ, ഇദാഫയാണ്. അപ്പോ മജ്റൂർ ആണ്, മുദാഫിലേഹിയാണ്, മജ്റൂർ ആണ്. സൈനബ് എന്താണ്? സൈനബ് എന്ന് പറയുന്ന നാമം എന്താണ്? ഇസ്മ എന്താണ്? മംനു മിന സർഫ് ആണ്. സോ മംനു മിന സർഫ് മജ്റൂറില് ഫത്ഹ. അപ്പൊ കുതുബു സൈനബ, സൈനബി അല്ല. ക്ലിയർ ആണോ? എനിക്ക് ഇൻ സ്കൂൾസ് എന്ന് പറയണം. സ്കൂളുകളിൽ എങ്ങനെ പറയും നിങ്ങള്? നക്കിറയാണ്. ഇൻ സ്കൂൾസ്, സ്കൂളുകളിൽ എങ്ങനെ നിങ്ങൾ പറയാ? നക്കിറയാണെന്ന് ഞാൻ പറഞ്ഞേ. സ്കൂളുകളിൽ ഇന്നെന്നാണ് പറഞ്ഞട്ടോ. സ്കൂളുകളിൽ, സ്കൂൾസ്. ഞാൻ സ്കൂൾ എന്നല്ല പറഞ്ഞേ. നിങ്ങള് ശ്രദ്ധിക്കുന്നില്ല. മദാരിസ് എന്താണ്? മദാരിസ് എന്താണ്? എന്ത് നാമമാണ്? മംനു മിന സർഫ് ആയതുകൊണ്ട് നമ്മൾ മദാരിസിൻ എന്ന് പറയുവോ? തൻവീൻ എടുക്കുവോ? മദാരിസിൻ എന്ന് പറയാൻ പറ്റുമോ? മംനു മിന സർഫ് അല്ലേ, അപ്പൊ എന്തായിരിക്കും? ഫി മദാരി. ഈ തായൊക്കെ എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ജമാണ്, സ്കൂൾസ് എന്നാണ് പറഞ്ഞത്. ഫി മദാരിസി ആകും. ഫി മദാരിസ. മദാരിസ്, മദാരിസു ആണ്, മംനുമിന സർഫ് ആണ്. ആ മംനുമിന സർഫിന്റെ ഫ്രണ്ടില് ഹർജർ വന്നു. സോ അത് മജ്റൂർ ആണ്. മജ്റൂറില് അത് ഫത്ഹ എടുക്കുന്നു. ക്ലിയർ ആണോ? നക്കീറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും തൻവീൻ ഇട്ട് കൊടുത്തോ? ഉം? തൻവീൻ ഇടുന്നതിന് മുന്നേ അത് മംനുമിന സർഫ് ആണോ എന്ന് ശ്രദ്ധിക്കുക. പള്ളി ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? പള്ളികൾ. മസാജിദി ആണോ? മസാജിദ. ഓക്കെ, അൽഹംദുലില്ലാ. ഇത് തറോ ആണോ? മംനൂമിന സർഫ് മജ്റൂറിൽ കെസ്രയ്ക്ക് പകരം ഫത്ഹയാണ് എടുക്കുന്നത്. നിയമം പഠിച്ചു വെക്കുക. ഇത് ഫിക്സ്ഡ് ആണ്. ഇത് ക്ലിയർ ആണോ? ഈ നിയമം ക്ലിയർ ആണോ? എനിക്ക് അടുത്തൊരു കാര്യം പറയാനാണ്, പക്ഷെ അതിന് മുന്നേ ഇത് ക്ലിയർ ആണോ എന്ന് നിങ്ങൾ പറയൂ. ഓക്കെ, അൽഹംദുലില്ലാ. ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒന്നല്ല, ബേസിക്കലി രണ്ടാണ് എക്സെപ്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ മംനൂമിന സർഫ്
കെസ്ര എടുക്കുന്നത് എപ്പോൾ? മംനു മിന സർഫ് മജ്റൂറിൽ കെസ്ര എടുക്കാം. നമ്മൾ ജനറലി ഇങ്ങനെ പറയുമ്പോഴും രണ്ട് കേസസിൽ മാത്രം, രണ്ട് സാഹചര്യങ്ങളിൽ അതിന് മജ്റൂറിൽ സാധാരണ നാമങ്ങളെ പോലെ ആക്ട് ചെയ്യും, സാധാരണ മസ്റൂഫ് നാമങ്ങളെ പോലെ ബിഹേവ് ചെയ്യും. അതെപ്പോഴെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കേസ് മംനു മിന സർഫിന് അല്ല് വരുമ്പോൾ. നേരത്തെ ഞാൻ അൽ ചേർത്തിട്ടാണ് പ്രസ്തുത സ്കൂളുകളിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? എങ്ങനെ പറയും? മദാരിസി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മംനു മിന സർഫിന് അല്ലെടുക്കുകയാണെങ്കിൽ അത് സാധാരണ നാമങ്ങളെ പോലെ ആക്ട് ചെയ്യും. അവിടെ പിന്നെ നിങ്ങൾ മംനു മിന സർഫാണ് അതുകൊണ്ട് അത് ഫത്ത കൊടുക്കണം എന്നുള്ള നിയമം വരില്ല. ക്ലിയർ ആണോ? ഫിൽ മദാരിസി അല്ലെങ്കിൽ ഫിൽ മസാജിദി എന്നൊക്കെ വരും. രണ്ടാമത്തെ കണ്ടീഷൻ മംനു മിന സർഫ് മുദാഫ് ആണെങ്കിൽ. മംനു മിന സർഫ് മുദാഫ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? അതിന് കെസ്ര എടുക്കാം. അത് സാധാരണ നാമങ്ങളെ പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറയാണ്, ഓക്കെ, സ്കൂൾസ് ഓഫ് മദീന എന്ന് പറയാണ്. മദീനയിലെ സ്കൂളുകൾ. ഓക്കെ, മദീനയിലെ സ്കൂളുകൾ. അതിന് മുന്നേ ഇന്നും ഉണ്ട് കേട്ടോ. മദീനയുടെ സ്കൂളുകളിൽ, ഇൻ ദ സ്കൂൾസ് ഓഫ് മദീന എങ്ങനെ പറയും? മദീനയുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇൻ ദ സ്കൂൾസ് ഓഫ് മദീന അല്ലെങ്കിൽ ഇൻ മദീനാസ് സ്കൂൾസ് എങ്ങനെ പറയും? വി മദീനയുടെ കേട്ടോ, മദീനയിലെ എന്നാണോ ഞാൻ പറഞ്ഞത്? മദീനയുടെ സ്കൂളുകളിൽ എന്ന് പറയുമ്പോൾ അത് എന്ത് കൺസ്ട്രക്ഷൻ ആണ്? സ്കൂൾസ് ഓഫ് മദീന. ഇദോഫയാണ്. ഓക്കെ, നിങ്ങൾ ഇനി ഇദോഫയായിട്ട് അത് എഴുതിക്കേ. ഫീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഇദോഫ എഴുതുക? ഫീ ഇല്ലാന്ന് വെച്ചോ, എങ്ങനെ എഴുതും? മദാരിസുൽ മദീനത്തി അല്ലേ? ആണോ? അല്ലേ? മദാരിസുൽ മദീനത്തി അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ മുന്നിൽ ഫീ ചേർത്തേ. ഫിൽ, സോറി, ഫിൽ അല്ല, ഫീ എന്ത് വരും? സാഡ് ഹർക്ക് പറഞ്ഞോളൂ. സീനിന്റെ മദാരിസു, മദാരിസി, മദാരിസ. മദാരിസ വരുവോ? മദാരിസ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? യസ് മംനു മിന സർഫാണ്, മജ്റൂറിൽ അത് ഫത്ഹ എടുക്കും. പക്ഷെ ഇവിടെ മദാരിസയുടെ പൊസിഷൻ എന്താണ്? മദാരിസു എന്തിന്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്? മുദാഫാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? മുദാഫ് ആയിട്ട് വരുമ്പോഴോ അല്ലെടുക്കുന്ന സമയത്തോ സാധാരണ നാമങ്ങളെ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മജ്റൂറിൽ അത് കെസ്ര എടുക്കും. കോപ്പി മദാരിസി എന്ന് വരും. ക്ലിയർ ആണോ? സോ മജ്റൂറിൽ ഫത്ഹ എന്നുള്ള നിയമം നിങ്ങൾ പഠിച്ചു വെക്കുക. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. പക്ഷെ രണ്ട് കേസസിൽ അത് സാധാരണ നാമങ്ങളെ പോലെ ആക്ട് ചെയ്യും. അല്ലെടുക്കുമ്പോഴും
മുദാഫായിട്ട് വരുമ്പോഴും. അന്നേരം പിന്നെ നിങ്ങൾ ഫത്ഹ കൊടുക്കേണ്ട ആവശ്യമില്ല, മജ്റൂറിൽ കെസ്ര തന്നെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യാൻ ആക്ച്വലി നമുക്ക് ടൈം ഇല്ല, ഇൻഷാല്ലാ. ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്നും കൂടെ പഠിക്കാം. നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് എക്സസൈസസ് ബുക്കിൽ വരുന്നുണ്ട്, അതോടെ നിങ്ങൾക്ക് തറോ ആക്കാൻ പറ്റും ഇൻഷാല്ലാ. ഓക്കെ. ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ കേൾക്കുക, പറ്റുന്ന അത്രയും നിങ്ങൾ റിവൈസ് ചെയ്യുക ഇൻഷാല്ലാ. ആൻഡ് എക്സസൈസ് ചെയ്യുന്നതോടെ നിങ്ങൾ മന്നു സർഫിന്റെ എക്സ്പേർട്സ് ആയിക്കോളും ഇൻഷാല്ലാ. അപ്പൊ നിങ്ങളുടെ ജോലി ഈ റൂൾസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബാക്കി നമുക്ക് തറവാക്കാം ഇൻഷാല്ലാ. പക്ഷെ കാരണങ്ങൾ, റീസൺസ്, മമ്നു സർഫിന്റെ റീസൺസ് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ. നിയമം വളരെ സിമ്പിൾ ആണ്. മജറൂറിൽ മമ്നു സർഫ് കെസ്രയ്ക്ക് പകരം ഫത്തയാണ് എടുക്കുന്നത്, രണ്ടേ രണ്ട് കേസസ് ഒഴിച്ച്. ഒന്ന് അല്ലെടുക്കുമ്പോൾ, അല്ലും അല്ലെങ്കിൽ ഒന്ന് മുദാഫ്. ഈ രണ്ട് കേസിൽ സാധാരണ നാമങ്ങളെ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മജറൂറിൽ അത് കെസ്ര എടുക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പം ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സും കൂടെ സെൻഡ് ചെയ്ത് തരാം ഇൻഷാല്ല. അപ്പം അതും കൂടെ വെച്ചിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതുക, തറവാക്കുക ഇൻഷാല്ല. നമുക്ക് ബാക്കി മമ്നുമിന സർഫിന്റെ ലെസൺസ് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇൻഷാല്ല. ഓക്കെ. ഓക്കെ അല്ലേ? ഇൻഷാല്ല. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യട്ടോ ഇൻഷാല്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് ചെയ്തോളൂ ഇൻഷാല്ല. ഓക്കെ. യെസ്, അത് മമ്നുമിന സർഫാണ് ഇൻഷാല്ല. أوكي، سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا، بارك الله فيكم. السلام عليكم ورحمة الله وبركاته.